എന്ന് പോലീസുകാർ നിർത്തിയിട്ട് ഏയ് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ കൈ കാണിക്കുന്നു, ഇവനെ വിളിക്കുന്നു. അപ്പം എൻ്റെ ഒരു മോനെ പോലെയാണ്. എൻ്റെ നിങ്ങളാരും കട്ടെടുക്കാനോ ഇല്ലെങ്കിൽ വ്യഭിചാരത്തിനോ അല്ലല്ലോ പോകണോ, നിങ്ങൾ അന്തസ്സായിട്ടൊരു ജോലി ചെയ്യണതല്ലേ. എന്നാലും എനിക്ക് അത്ര ഭരതൻ സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചില്ല. പക്ഷെ ഭരതൻ സാറിൻ്റെ പടത്തിൽ എനിക്ക് വേഷം കിട്ടുമായിരുന്നു. എനിക്ക് പേടിച്ചിട്ട് പോന്നിരുന്നു. പേടിപ്പിച്ചത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഭരതൻ സാറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചതാ. അത് എനിക്ക് വേഷം കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാണ്. അതിനെന്താ, ഒരു ദിവസം വീട്ടിലോട്ട് വായോ, വർക്കില്ലാത്തപ്പോൾ വീട്ടിൽ വായോ, നീ വിളിച്ചു. ഭരതൻ സാറിനെ ഇത്രയും വലിയൊരു സംവിധായകനെ കിട്ടിയില്ല. ലാലേടനാണ് പ്രൊഡ്യൂസർ, പിൻഗാമിയുടെ പ്രൊഡ്യൂസർ ലാലേടൻ്റെ ആശീർവാദമാണ്. അപ്പോൾ ലാലേടനാണ് എന്നെ സാറിനെ കാണാൻ വേണ്ടി വിളിച്ചത്. പിന്നെ ഒന്ന് വരാമോ കുട്ടീന്ന് തന്നെ വിളിച്ചിരുന്നു. മുണ്ട്, ലാലേട്ടൻ്റെ ദൂരിയുടെ മുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. അന്നൊക്കെ ശരിക്കും മുസ്ലിമാണോ, സിനിമയിലെ പേരാണോ നിന്നെ ബിന്ദു എന്ന് വെച്ചത്. ഞാൻ അല്ല സാറേ, ഞാൻ ഹിന്ദു തന്നെയാണ്. അതൊക്കെ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ആരോടും പറയാതെ അവരങ്ങനത്തെ പടം കിട്ടിയിട്ട് എനിക്ക് ബിറ്റൊക്കെ കയറ്റിയൊരു പടമാണ്. അതെല്ലാവരും അറിയാതെ പോയി അഭിനയിച്ച ചീത്ത പടമാണത്, നല്ല പടമൊന്നുമല്ലത്. ഞാൻ അശ്വനും കൂടി വീട്ടിലോട്ട് കയറി പോയാൽ അവിടെ കാണുന്നത് പിന്നെ വേറെ സീനാണ്. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അത് വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. നിങ്ങളോടത് പറയില്ല, നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. പടം ഇറങ്ങി കഴിഞ്ഞ് കുറെ ആൾക്കാർ അതിനകത്ത് ഇങ്ങനത്തെ ഒരു സീനുണ്ട്, അശോകൻ. അപ്പം എന്നെ ബിന്ദു അതിനകത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എനിക്കറിയില്ല അശോകൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞില്ല, എന്താ ചെയ്യാ. കോവളത്തൊരു പടം എണ്ണത്തോണിന്ന് എന്തോ പറഞ്ഞിട്ട് ഒരു പടം, അത് കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷക്കീല അഭിനയിക്കാൻ വരുന്നത്. ഞങ്ങൾ പേടിച്ചു പോയി. പടം ഗ്ലാമർ പടവും. ഞാൻ പറഞ്ഞു ഞാനില്ല ചേട്ടാ. പറഞ്ഞു നിനക്കൊന്ന് അഭിനയിച്ചു വിടും, നിനക്ക് കാശ് കിട്ടൂലേ. പറഞ്ഞ കാശ് വരുമല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നതാണ്, നമുക്ക് അങ്ങനത്തെ പടവും ചെയ്യാനായിട്ട്. ഈ നടിയായതുകൊണ്ട് പല ജോലികളും ചെയ്യുമ്പോ ഒരു വിമുഖതയോ വേണ്ട. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്തപ്പോൾ വളരെ വിഷമമൊക്കെ തോന്നിയാണ്. നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ മാസ്ക് വയ്ക്കുന്നതുകൊണ്ടും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഇത്രയും ഇങ്ങോട്ട് കണ്ടാലും മനസ്സിലാകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ പറയും. നമ്മൾ കുടുംബമാണ്, നമ്മൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ പിള്ളേർ വന്നായിരുന്നു. അപ്പം നമുക്ക് ജീവിക്കാൻ വേറെ രക്ഷയില്ല, റെൻറ്റിന് താമസിക്കുന്നതാണ്. അപ്പം നമുക്ക് ജോലി എടുക്കാതെ പറ്റത്തില്ല. അപ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലി ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല. പലരും പറഞ്ഞിട്ടുണ്ട് ഒരു നടിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഭിനേതാവായി കഴിഞ്ഞാൽ മറ്റു ജോലികൾക്ക് പോകാൻ പറ്റില്ല. അല്ല, അത് സത്യമാണ്. നമ്മൾ തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അന്ന് 2 വീലറിനാണ് കൂടുതൽ ഞങ്ങൾ യാത്ര. റിയൽ എസ്റ്റേറ്റ് കാറിലൊക്കെ നമുക്ക് മുതലിക്കില്ല. ഡെയിലി 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനൊന്നും ഡീസൽ അടിച്ച് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കൂടുതൽ നമ്മൾ 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നു, മാസ്ക് ഉപയോഗിക്കുന്നു. എന്നിട്ട് പോലും നമ്മൾ തിരിച്ചറിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് വന്നിട്ടുള്ളത്. അയ്യോ, എനിക്കത് എന്നെ തിരിച്ചറിയുമ്പോൾ ഞാൻ ഈ ജോലി ഏറ്റവും മോശപ്പെട്ട പണിയാണ് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് തോന്നും നമുക്ക്. അപ്പം അത് വലിയ ബുദ്ധിമുട്ട്. അതുമാത്രമല്ല, നമ്മൾ കോവിഡ് സമയത്ത് സെയിലിങ്ങും പർച്ചേസിങ്ങും ഒന്നും ആരും ചെയ്യത്തില്ല. എല്ലാം കൂടുതൽ റെന്റിനെ പോകുന്നത്. അപ്പം നമ്മൾ കൊമേഴ്ഷ്യലായിട്ടും വീടുകളായിട്ടും നമ്മൾ റെന്റിനൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ നമ്മളവിടെ പക്ക ഒരു ബ്രോക്കർ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ. എനിക്ക് അതിനകത്തൊരു നാണോ എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. അതെ, നമ്മൊരു ജോലിയാണ്. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ തിരിച്ചറിയുമ്പോൾ അപ്പോൾ അവർക്കൊരു ഡൗട്ട് വന്നു, ഒന്ന് മാറ്റാവോ മാസ്ക്. ഞാൻ പറഞ്ഞു അയ്യോ മാസ്ക് മാറ്റാൻ പാടില്ല ചേച്ചി, അല്ലെങ്കിൽ ചേട്ടൻ മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒന്ന് മാറ്റി. എനിക്കൊരു സംശയമുണ്ട്, ഇന്ന ആളല്ലേ എന്ന് വയ്ക്കുമ്പോഴേക്കും എൻ്റെ ഒരു കസിനാണെന്നൊക്കെ, അങ്ങനെയൊക്കെ എൻ്റെ ചേച്ചിയാണ്, എൻ്റെ അനീത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിയാതെ ഉള്ളിൽ. പിന്നെ തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഞങ്ങൾ രാത്രി ഈ DTP ഒട്ടിക്കാൻ പോകും. എത്ര നാളുണ്ടായിരുന്നു കോവിഡ്, കുറച്ച് നാളൊന്നും അല്ല, ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടെയുള്ള നമ്മുടെ പയ്യന്മാർ, നമ്മുടെ കൂടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഒരാൾ. അപ്പോൾ അവർ പോയിട്ട് ഒട്ടിക്കാമെന്ന് പറയും, എന്നെ കൊണ്ടുപോകില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇവർ ഒട്ടിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ടാണ് ആൾക്കാർ നമ്മൾ വിളിക്കുന്നത്. ഈ എവിടെയെങ്കിലൊക്കെ വിളിക്കുന്നത് 3-4 ദിവസം നമുക്ക് നല്ല വർക്കായിരിക്കും. അപ്പോൾ ഇവർ ഒട്ടിച്ചു. പെട്ടെന്ന് രാത്രിയല്ലേ ഒട്ടിക്കണേ, ഉറക്കം വരുമ്പോഴേക്കും ഇവർ പോയി കിടന്ന് ഉറങ്ങും. അപ്പം ഞാനുണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പം എനിക്കതൊരു കംഫർട്ടായിട്ട് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട്. അതെ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് 10:30, 10:11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുള്ളൂ. എല്ലാവരും റോഡ് വിജനമായിട്ട് ഞങ്ങൾ ചുറ്റിയടിച്ച് എറണാകുളം മൊത്തം ചെയ്യുന്നതാണ്. അപ്പോൾ എടപ്പള്ളിയിൽ വെച്ചിട്ട് അവിടെ ഇതിൽ കിടക്കുന്ന നൈറ്റിൽ പെട്രോളിങ് കിടക്കുന്ന പോലീസുകാർ കണ്ടു. അവർ ശ്രദ്ധിച്ചില്ല, അവരൊക്കെ ഞങ്ങൾ കണ്ടു. ഞാൻ ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ,
ഹെൽമെറ്റും മാസ്കും ഉണ്ട് ആ സമയത്ത് മാറ്റിയിട്ടില്ല. മാസ്ക് നമ്മളെപ്പോഴും ഫുൾ ടൈം വെക്കുമല്ലോ. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട് തോന്നി, അവരവിടെ കണ്ടു. അവരൊരു 3:45 4 മണിയാണ്. അപ്പോൾ അവർ തിരിച്ച് ഞങ്ങൾ ആ സമയത്ത് ഇളംകുളത്ത് എത്തിയിട്ടുള്ളൂ. ഈ കടവന്ത്രയൊക്കെ കഴിഞ്ഞ് വയറ്റിലെത്താറാവുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെയുള്ള പയ്യന് ഈ BSNL ബോർഡിൽ ഒട്ടിച്ചു. അപ്പോഴേക്കും ഇവർ പെട്ടെന്ന് വന്ന് പോലീസുകാർ നിർത്തിയിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ കൈ കാണിക്കുന്നു, ഇവനെ വിളിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു മോനെ പോലെയാണ്, എൻ്റെ മകളുടെ കൂടെ പഠിച്ചൊരു കുട്ടിയായിരുന്നു, ഈ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. മമ്മി ഇതേ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു വേഗം ചെന്നു, എന്താ സാറേ എന്ന് ചോദിച്ചു. എന്താ അവിടെ ചെയ്യുന്നേ? ഞാൻ ഇത് ഒട്ടിക്കുന്നതാണ് സാറേ, കോവിഡൊക്കെ അല്ലേ, ജോലി മണിയൊന്നുമില്ല. ഓ, നിങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് പോകുന്നത് കണ്ടല്ലോ, ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു, ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് വെച്ചു. ഞാൻ എല്ലായിടത്തും ഒട്ടിക്കണ്ടേ സാറേ? അപ്പോൾ നേരം വെളുക്കാറായല്ലോ, നിങ്ങൾ ഉറക്കണ്ടേ? ഞാൻ പറഞ്ഞു ഉറക്കമൊക്കെ കണക്ക്, ഇനി കുറച്ചു നേരം കിടന്ന് ചെന്നിട്ട് ഉറങ്ങാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ എന്നോട്, വണ്ടി ഡ്രൈവ് ചെയ്യണ ആൾ ചോദിച്ചു, മാസ്ക് ഒന്ന് മാറ്റാമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് മേടിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു, അല്ല സാറേ എൻ്റെ കയ്യിലൊക്കെ പശയാണ് സാറേ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലടോ, ഒന്ന് മാറ്റ്, നിർബന്ധമാണോ സാറേ? നിർബന്ധമൊന്നും മാറ്റി. ആ, ബിന്ദുവാരാപ്പുഴ അവിടെ വെച്ചേ തോന്നി സംശയം. എടപ്പള്ളിയിൽ വെച്ച് ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്ത് വെച്ച് കണ്ടു നിങ്ങളെന്താണ് ഇപ്പം ഇത് ചെയ്യുന്നത്, മറക്കില്ലേ? ഞാൻ പറഞ്ഞു മറക്കൊന്നും ആർക്കുമില്ലല്ലോ സാറേ, ഈ സമയത്തൊക്കെ ഷൂട്ടൊന്നും ഇല്ലല്ലോ, ആർക്കും വർക്കില്ല. എന്താണ് ഇപ്പം ഇത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു വേറെ ജോലിയൊന്നും ഇല്ല സാറേ, നമുക്ക് വേറെ പണിയൊന്നും അറിയത്തില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും എൻ്റെ മകള് കുട്ടി എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ജീവിക്കണ്ടേ, ഈ ഒരു പണിയല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്കെന്താ ഭയങ്കര വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഭയങ്കര ചമ്മലാണല്ലോ നിങ്ങളുടെ ഫേസിൽ. ഞാൻ പറഞ്ഞു സാറേ ഭയങ്കര വൃത്തിയായിട്ട പണിയല്ലേ സാറേ ഈ പണി, നിങ്ങൾ ആരും കട്ടെടുക്കാനോ ഇല്ലെങ്കിൽ വ്യഭിചാരത്തിനോ അല്ലല്ലോ പോകണോ, നിങ്ങൾ അന്തസ്സായിട്ടൊരു ജോലി ചെയ്യണതല്ലേ, അത് ഈ സമയത്തും കൂടി നിങ്ങൾ ജോലി ചെയ്യുന്നു, പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം തോന്നി, ശരിയാണല്ലോ എന്നുള്ളത്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ, നിങ്ങളുടെ എന്തോ പടം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര, നിങ്ങളെപ്പോലുള്ളവർ ഇതല്ലല്ലോ ചെയ്യുന്നേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല സാറേ, എനിക്ക് ജോലി എടുത്ത് ജീവിക്കണേ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ശരി, അപ്പം ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഈ നമ്പർ നിങ്ങളുടെയാണോ? ഞാൻ പറഞ്ഞു നമ്മുടെ നമ്പർ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്കൊന്ന് വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സാറേ എന്ന് പറഞ്ഞു. പോലീസുകാർക്ക് വീട് കിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ? പോലീസുകാർക്ക് ആരും വീട് കൊടുക്കില്ല, അവർ വാടക കൊടുത്തില്ലെങ്കിലും ചോദിക്കാൻ പറ്റൂല, കുത്തിനേറി പിടിക്കൂലേ. അതുകൊണ്ട് വക്കീലിനും കിട്ടൂലല്ലോ, വക്കീലിനും കൊടുക്കില്ലല്ലോ, വലിയ പാടാ. ഒരു വാടക കൊടുത്തില്ലെങ്കിലേ അവര് പോവത്തില്ല, അവിടെ അതിക്രമിച്ച് കിടക്കും, ഇവര് പോവത്തില്ല. അപ്പൊ കേസ് അതെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടിരിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ. കാരണം നല്ലൊരു ജോലി എടുത്തിട്ടാണല്ലോ, നമ്മൾ ഇത്രയും ചമ്മണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ആരും നമ്മളിങ്ങനെ ഒട്ടിച്ച കിടക്കുന്ന സമയത്ത് ആരെങ്കിലും വല്ല വീഡിയോ നമ്മൾ മനസ്സിലായിട്ട് വീഡിയോ ഒക്കെ എടുത്തല്ലോ യൂട്യൂബിലൊക്കെ ഇട്ടാലോ എന്നൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ 4 വശം നോക്കിയിട്ടാണ് നടന്നിരുന്നത്. എടാ ആരും നോക്കണ്ടെന്ന്, നടി ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാർ നമ്മളാരും അറിയില്ലല്ലോ. നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുകയെ ഈ മാസ്ക് ഇത്ര ഭാഗം കണ്ടാൽ മനസ്സിലാവുന്ന എനിക്ക് തന്നെ അത്ഭുതം തോന്നും. ശരിക്കും അത് അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചതിന്റെ ആയിരിക്കാം തീർച്ചയായിട്ടും. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് ആരും കൊണ്ടുവന്ന് തരാനില്ല. പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞ് എല്ലാതൊക്കെ തുടങ്ങിയ എല്ലാ ജോലിയൊക്കെ ഇങ്ങനെ ആയപ്പോഴും പിന്നെ ഞാനത് സംഭവം നിർത്തി. ബിന്ദുവാരാപ്പുഴ എന്ന നടിക്ക് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റും, എന്നാൽ എൻ്റെ കഴിവുകളൊന്നും സംവിധായകർ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടർ എന്നുവെച്ചാൽ നമ്മൾ വെറുതെ ഡയലോഗ് പറഞ്ഞിട്ട് പോണതല്ല. ഡയലോഗ് വാന്നറച്ച് പറയുന്ന ഇതൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾക്ക് പെർഫോം ചെയ്യാനും കൂടി വേണം അതനുസരിച്ചിട്ട്. എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ഒരു ക്യാരക്ടറൊന്നും കിട്ടിയിട്ടില്ല. ഇനി എനിക്കിപ്പോൾ ഒരു തമിഴിലൊക്കെ ചിലപ്പോൾ നല്ലൊരു ക്യാരക്ടർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. തമിഴിൽ ഞാൻ ചെയ്യുന്നുണ്ട്, അമ്മ വേഷമൊക്കെയാണ് ചെയ്യുന്നത്. ഏകദേശമൊക്കെ കുറേ നാളായി പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ തുടങ്ങാനുള്ള, നമ്മളെപ്പോലെ പെട്ടെന്ന് എടുത്ത് ഒരു സ്ക്രിപ്റ്റ് പോലും റെഡി ആയില്ലെങ്കിലും മലയാളികൾ സിനിമ തുടങ്ങാൻ റെഡിയാണ് അവിടെ വന്നിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ട്. ഇത് തമിഴ് അങ്ങനെയല്ല, എല്ലാം കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ അവർ തുടങ്ങത്തുള്ളൂ. റിലീസിങ് ഡേറ്റ് മുതൽ ഫിക്സ് ചെയ്ത് അങ്ങനെ എല്ലാം അങ്ങോട്ട് കറക്റ്റായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരം ചെറിയ വേഷങ്ങൾ തന്ന് സംവിധായകര് ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഒതുക്കിയതായിട്ട് തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ചട്ടക്കൂടിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളോടോ നമുക്കോ ആരോടും വൈരാഗ്യമോ അങ്ങനത്തെ ഇതൊന്നുമില്ല. വൈരാഗ്യ ബുദ്ധിയോ ദേഷ്യം അങ്ങനെയുള്ള ശത്രുക്കളൊന്നുമില്ല. ഇല്ല.
അത് ചിലപ്പോൾ നമ്മുടെ പ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കാം, അത് അവർക്ക് കൊടുക്കാതെ എനിക്ക് തന്നൂടെ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കണം, അങ്ങനെയൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ ലെജൻഡ് ആയിട്ടുള്ള ഒരുപാട് ഐ വി ശശി സാറ്, ഭദ്രൻ സാറ്, അതുപോലെ തന്നെ ജോഷി സാർ, ഇവരുടെയൊക്കെ പടങ്ങളിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്നാലും എനിക്ക് അത്ര ഭരതൻ സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഭരതൻ സാറിൻ്റെ പടത്തിൽ എനിക്ക് വേഷം കിട്ടുമായിരുന്നു, എനിക്ക് പേടിച്ചിട്ട് പോന്നിരുന്നതാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഭാഗ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ഭരതൻ സാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കാന്ന് ഭയങ്കര ഭാഗ്യമല്ലേ. ഒരു തൊള്ളരെല്ലാവരും ഭരതൻ സാറിൻ്റെ പടമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കും ഒരു ചാൻസ് കിട്ടിയതാണ്. പക്ഷെ എന്നെ ചില ആൾക്കാർ പേടിപ്പിച്ചു. അത് പേടിപ്പിച്ചത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഭരതൻ സാറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചതാ. അത് ഭരതൻ സാറിനെ ഞാൻ മഴയിൽ കൂടാതെ അഭിനയിക്കുന്ന സമയത്ത് കോഴിക്കോട് ഭാഗം കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈ പോയപ്പോൾ എനിക്ക് ഭരതൻ സാറിൻ്റെ നമ്പറൊക്കെ തന്നു. ഭരതൻ സാറിനെ വിളിക്ക്, പുള്ളിയുടെ നല്ലൊരു പടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭരതൻ സാറിന് അന്ന് മൊബൈലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ബൂത്തിൽ നിന്ന്, നമ്മൾ താമസിക്കണതിൻ്റെ നേരെ താഴെ ബൂത്ത് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് സാറിനെ വിളിച്ചപ്പോൾ സാറ് വന്നു. ഞാൻ പറഞ്ഞു, സാറേ എന്നൊരു പടത്തിനാണ്, ഇന്ന ആളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ബിന്ദു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കേട്ടിട്ടുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഉണ്ട്, നല്ല അഭിനയിക്കുമെന്നൊക്കെയാണല്ലോ കേട്ടേക്കുന്നത്. അതെ, ഞാൻ എനിക്ക് അറിയില്ല സാറേ എന്ന് പറഞ്ഞു. സാറിൻ്റെ പടത്തിൽ വേഷം കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാണെന്ന് പറഞ്ഞു. അതിനെന്താ, ഒരു ദിവസം വീട്ടിലോട്ട് വായോ, വർക്കില്ലാത്തപ്പോൾ വീട്ടിൽ വായോ, നീ വിളിച്ചാൽ മതി, അഡ്രസ്സ്. അത് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ അപ്പം സാറിനോട് ശരി സാറേ ഞാൻ വരാം, വീട്ടിൽ വരാന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ ഓഫീസും വീടും ഒക്കെ ഒറ്റ ഇതാണെന്നാണ് ഞാൻ കേട്ടിരിക്കണം. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എനിക്ക് അതുവരെ പേടിയില്ലായിരുന്നു. പക്ഷെ ലൊക്കേഷൻ ചെന്ന് ഞാനത് പറഞ്ഞു എല്ലാവരോടും. വീട്ടില് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ പേടി, ചെന്നോട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഞാൻ പിന്നെ വിളിച്ചേ ഇല്ല. ഭരതൻ സാറിനെ ഇത്രയും വലിയൊരു സംവിധായകനെ കിട്ടിയില്ല, വിളിച്ചില്ല. എനിക്ക് പേടിയായിരുന്നു. നമുക്ക് അന്ന് പേടിയാണ് കൂടുതൽ, അത്രയ്ക്കുള്ളൊരു പക്വതയിലുള്ളൂ. അത്രയും പക്വതയും പേടിയുമാണ്. അത്രയുള്ള പക്വത ഉള്ളതെന്ന് വെച്ചാൽ മഴയിൽ കൂടാരത്തിലൊക്കെ ഞാൻ കോളേജ് സീൻ അഭിനയിച്ച ആളാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ 30 വയസ്സിന് താഴെ ഉള്ളൂ ആ സമയത്തൊക്കെ. 30 വയസ്സിലൊന്നും എനിക്ക് അത്ര എനിക്ക് ഓർമ്മയില്ല, വർഷം നോക്കിയറിയാം. അപ്പോൾ എനിക്ക് പേടിയാ അത് കേട്ടപ്പോ. സാറ് ഇനി അവിടെ ചെന്ന് നമ്മളെങ്ങനെ വിഴുങ്ങി കളഞ്ഞാലോ. ഞാനത് വളരെ സാധുവായിരുന്നു കേട്ടോ. അപ്പൊ ഭരതൻ സാറിന് പിന്നെ ഭരതൻ സാറ് നമ്മളെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മൾ ആ ലൊക്കേഷനിൽ പോയില്ലല്ലോ. എനിക്ക് തീർച്ചയായിട്ടും അതിനകത്ത് വേഷം ഉള്ളതെന്ന് വെച്ചാൽ ചിപ്പിയും പ്രിയങ്കയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറിൽ ഒരു കൂട്ടുകാരി, വേറെ ഒരു ക്യാരക്ടർ അതിനകത്തില്ല. എനിക്കും കിട്ടിയാണ് മുഴുനീള കഥാപാത്രങ്ങളായാലും ഭരതൻ സാറിന്റെ എല്ലാവരും ശ്രദ്ധിച്ചൊരു പടമല്ലേ. പിന്നെ എന്താ പാട്ടുകളൊക്കെ എന്ത് രസമാണ്. അങ്ങനെ മിസ്. പിന്നെ സിബിസാറിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. അതൊക്കെ ഇങ്ങനെ സിബിസാറിന് ഏത് സംവിധായകരുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചില്ല? ഏതെങ്കിലും ഒരു സംവിധായകർ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എനിക്ക് പണ്ട് കാലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യൻ അന്തിക്കാടിനെയായിരുന്നു. സത്യൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യൻ സാറിന്റെ 2 പടം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് പിൻഗാമി. ഞാൻ സ്ഫടികം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിൻഗാമി സാർ അവിടെ വന്നത്. ലാലേട്ടൻ തന്നെ എന്നെ വിളിച്ച് ഭയങ്കര അഭിപ്രായമായിരുന്നു, നല്ല കുട്ടി നല്ലോണം അഭിനയിക്കും. അവരെ ആരൊക്കെ, ലാലേട്ടനാണ്, ലാലേട്ടനകത്ത് പ്രൊഡ്യൂസർ, പിൻഗാമിയുടെ പ്രൊഡ്യൂസർ ലാലേട്ടൻ്റെ ആശീർവാദമാണ്. അപ്പോൾ ലാലേട്ടനാണ് എന്നെ സാറിനെ കാണാൻ വേണ്ടി വിളിച്ചതും. ബിന്ദു ഒന്ന് വരാമോ, കുട്ടീന്ന് തന്നെ വിളിച്ചിരുന്നു ലാലേട്ടൻ, കുട്ടി ഒന്ന് വരാമോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് സാറിന് പരിചയപ്പെട്ടു. അതിനകത്താണ് മുസ്ലിം ക്യാരക്ടർ ചെയ്തത് പിൻഗാമിയിൽ. അതിനുശേഷം പിന്നെ സാറിന് ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണ്. അതെ. അപ്പൊ അവിടെ വെച്ച് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ എല്ലാവരൊക്കെ അന്ന് ന്യൂ ഇയറിന് ആഘോഷമൊക്കെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞു സത്യൻ സാറിനെന്ന് ചോദിച്ചു. അതെന്താണെന്ന് വെച്ചു. സത്യൻ സാറിന് വലിപ്പം ചെറുപ്പില്ലാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറും, നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തരും. സംയുക്തയൊക്കെ അതിനകത്ത് പുതിയ കുട്ടിയല്ലേ, അതിനകത്ത് 10-15 പ്രാവശ്യമൊക്കെ ടേക്ക് എടുക്കുന്ന ഒരു സാധനം. അത്ര ഭംഗി. ആ കുട്ടിക്ക് അവാർഡ് പോലും കിട്ടിയാണ്. അപ്പൊ അത്ര ക്ഷമയോട് കൂടിയിട്ടാണ് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമുക്കൊന്നും അത്ര മനസ്സിലാക്കി തരേണ്ടി വന്നിട്ടില്ല. എങ്കിലും ആ പുള്ളിയുടെ എല്ലാവരോടും ഒരേപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു വേർതിരിവൊന്നും വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. പിന്നെ ഞാൻ കുറച്ച് സിനിമകളും അതിലെ ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഫേവറേറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സ്ഫടികം, അതൊഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. സ്ഫടികത്തിൽ ശരിക്കും മണിയമ്പിള്ള രാജചേട്ടനാണ് അതില് സജസ്റ്റ് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട്. അതില് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഞാന് പൂനില മഴ എന്നൊരു പടം കോഴിക്കോട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ അവിടെ മണിയമ്പിള്ള എന്നെ കണ്ടു. അപ്പോൾ മണിയമ്പിള്ള കണ്ടപ്പോൾ പറഞ്ഞു, ബിന്ദു ഒരു പടം നടക്കുന്നുണ്ട്, അവിടെ ഒരു കുട്ടീനെ അന്വേഷിക്കുന്നുണ്ട്. കുട്ടി എന്നാണ് എല്ലാവരും അന്ന് തന്നെ പറഞ്ഞത്. കുട്ടീനെ അന്വേഷിക്കുന്നുണ്ട്,
അതൊരു എന്താണ് പൊട്ടിയായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ശരിക്കും അതിനകത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്ന് വിളിക്കും, ഞാനവിടെ ചെന്ന് വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ വിളിച്ചു. അന്ന് കോട്ടയത്തായിരുന്നു. വിളിച്ചു, ഞാൻ ചെന്ന് അറ്റൻഡ് ചെയ്തു. സാറിനെ കാണാൻ വേണ്ടി ആദ്യം പോയി, ഭദ്രൻ സാറിനെ ലൊക്കേഷനിൽ പോയി കണ്ടു. അടുത്ത ദിവസം തന്നെ എന്നെ വിളിച്ചു, അത് ചെയ്തു. അതിനത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ മുസ്ലിം, എനിക്ക് കറക്റ്റ് മുസ്ലിം ഫിഗറാണ്. ഹൂറിയായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നത്. ഞാൻ തന്നെ സ്ഫടികം തിയേറ്ററിൽ പോയി കണ്ടത് സെക്കൻഡ് ടൈമാണ്. സ്ഫടികം 2ാമത്തെ റിലീസ്. അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. 30 വർഷം കണ്ടിട്ടില്ല. ഇല്ല ഞാൻ കണ്ടില്ല. ടിവിയിലൊക്കെ കണ്ടു, അല്ലാതെ തിയേറ്ററിൽ. എനിക്ക് അന്ന് നമ്മൾ തിരക്കൊക്കെ ആയിരുന്നില്ല. അപ്പം നമ്മൾ പടം റിലീസാവുന്ന സമയത്തൊന്നും പോയി കാണാനായിട്ട് എനിക്ക് അങ്ങനെ പറ്റത്തില്ലായിരുന്നു. ചില പടം എനിക്ക് എൻ്റെ പടം കാണാൻ ഭയങ്കര നാണമായിരുന്നു. ഞാൻ എങ്ങനെ ഇരിക്കണം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ടി വിയിൽ തന്നെ വരുമ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെ ഇരിക്കണം, കോലം ഉണ്ടോ അറിയത്തില്ല. അപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നാണമായിരുന്നു. എനിക്ക് ഭയങ്കര ഇതായിരുന്നു കണ്ടു എന്ന് പറയുമ്പോൾ. അപ്പൊ ഞാൻ സെക്കൻഡ് ടൈമാണ് കണ്ടതൊക്കെ. അപ്പൊ അതിനകത്ത് വന്നപ്പോ അതെ വർക്കയിൽ വന്നപ്പോൾ. അപ്പോൾ അവിടെ ഷൂട്ട് സമയത്താണെങ്കിൽ എല്ലാ സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, ശ്രീരാമൻ ചേട്ടൻ, അന്ന് ഇന്ദ്രൻസ്, അതിനകത്ത് ഇന്ദ്രൻസൊക്കെ എനിക്ക് മെഷർമെന്റ് ഒക്കെ ഇടുന്നത് ഇന്ദ്രൻസാണ് ഡ്രസ്സിനൊക്കെ. അപ്പൊ എനിക്ക് മുസ്ലിം കുപ്പായൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടം. അതെ, ഇന്ദ്രൻസ് ചേട്ടനാണ് തയ്ച്ചത്. ഇന്ദ്രൻസേട്ടനാണ് റൂമിൽ വന്നിട്ടൊക്കെ മെഷർമെന്റ് എടുത്തത്. പിന്നെ അവരെല്ലാം ലാലേട്ടനൊക്കെ ആയിട്ടുള്ള, ലാലേട്ടൻ്റെ പല ആദ്യമായിട്ടാണ് ഞാൻ സ്ഫടികം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കോമ്പിനേഷൻ ആണല്ലോ. ഈ പടമൊക്കെ കഴിഞ്ഞ് ഇത് വന്നപ്പോഴാണ് ഇത്ര, സെക്കൻഡ് കണ്ടപ്പോഴാണ് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കിത് മനസ്സിലായത്. ശരിക്കും ആ കഥ മുംതാസും ബഷീർ മാഷുമായിട്ടുള്ള ആ ഒരു പ്രണയവും ആ ട്യൂട്ടോറിയൽ കോളേജിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കവും അടിയൊക്കെയാണ് ആടുതോമയെ കാണിക്കുന്ന ക്യാരക്ടർ തന്നെ. നിങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് എനിക്കതിൻ്റെ കറക്റ്റ് മനസ്സിലായത്. അതുമാത്രമല്ല അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ അതിനകത്ത് ഒത്തിരി ഡയലോഗ്, അങ്ങനെ ഭയങ്കര ഡയലോഗ് പ്രസന്റേഷൻ ഒന്നുമില്ല. നല്ല മൊഞ്ചായിരുന്നു. അതെ, മൊഞ്ചാണ് അത്. മുസ്ലിം ക്യാരക്ടർ കറക്റ്റ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒത്തിരി സീൻസ് കട്ട് ചെയ്തു പോയി. ഞങ്ങളുടെ പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെ ലാലേട്ടൻ ആടുതോമയെ വന്ന് നിങ്ങൾ വിവാഹം നടത്തി തരുന്ന സീനൊക്കെ എങ്ങനെയായിരുന്നു ലാലേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അതില് ലാലേട്ടനൊക്കെ നമുക്ക് പറഞ്ഞൊക്കെ തരും. അന്ന് നമ്മൾ പറയുന്നത് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദൈവാനുഗ്രഹം എനിക്കുണ്ട്. നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ച്, സാറൊക്കെ ആണെങ്കിൽ ബോട്ടിൽ നിന്ന് ഓടി വന്നിട്ട് നീ എങ്ങനെ കെട്ടിപ്പിടിക്കുന്നതെന്ന് മുതൽ നമ്മൾ പല പ്രാവശ്യം റിഹേഴ്സൽ എടുത്തിട്ടാണ് ചെയ്തത്. നമ്മൾ ഏത് രീതിയിലാണ്, ചിലർ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച്, ചിലർ ഇങ്ങനെ പല രീതിയിൽ. അപ്പൊ സാർ നീ എങ്ങനെ ചെയ്യുന്നേ, എൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടത്, നീ ഇങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞേ, നീ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അതുമാത്രമല്ല ലാലേട്ടനൊക്കെ പിടിച്ച് നീക്കുമ്പോഴൊക്കെ ചങ്ങാടമാണല്ലോ അതിനകത്തപ്പം, നീക്കുമ്പോഴൊക്കെ ലാലേട്ടനെ പിടിച്ചിട്ടൊക്കെ ശ്രദ്ധിക്കണോട്ടോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊക്കെ തരുമായിരുന്നു. ശരിക്കും നമ്മളൊക്കെ ആ സിനിമ ഭയങ്കര കെയറിങ് ആയിരുന്നു. എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട് ലാലേട്ടനൊക്കെ. ലാലേട്ടൻ്റെ വർണ്ണപ്പകിട്ട് ചെയ്യുമ്പോഴും അതെ, നമ്മൾ അച്ഛനായിട്ട് മധുവങ്ങളായിരുന്നല്ലോ. അപ്പം മധുവങ്ങളൊക്കെ മരിച്ചുള്ള സിനിമയിലൊക്കെ ലൈറ്റ് പോണേക്കുമ്പോൾ സീൻ എടുക്കാൻ വേണ്ടി ലാലേട്ടൻ അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ അനുജത്തിയും ചേച്ചിയൊക്കെ ആയിട്ട് എത്രയോ പെണ്ണുങ്ങൾ ക്യാരക്ടർ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഗ്ലിസറിനൊക്കെ ഇടുന്ന പറഞ്ഞു, എൻ്റെ കുട്ടി അത് നോക്കിയേ, ക്യാമറ ഇരിക്കുക, എന്നിട്ട് എന്നെ പറഞ്ഞു തന്നു, ക്യാമറ ഇരിക്കുന്ന എവിടെയെന്ന് നോക്കൂ അവിടെ. അപ്പം ഇത് കാണുമോ? കാണത്തില്ല, ലോങ് ഷോട്ടാണ്, ഗ്ലിസറിന് ലിഫ്റ്റ് ഇതൊന്നും ഇടേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് കേട്ടോ, ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാണത്തേ ഇല്ല. അത്ര ലോങ് ഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്തിനാ ഗ്ലിസറിന്, അത് ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം. അങ്ങനത്തെയൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു. ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആടുതോമയൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടില്ല, അത് ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയൊരു നായിക കൂടിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ലാലേട്ടൻ്റെ ഒരു ആടുതോമയായിട്ടുള്ള ഒരു അഭിനയമൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹം ഈ ആട്ടിന്റെ ചോര കുടിക്കുന്നതും ആടിന്റെ ചോര കുടിക്കുന്ന സീനൊന്നും ഫൈറ്റ് സീനിലൊക്കെ ഫുള്ള് ഞാനുണ്ടല്ലോ. അപ്പൊ മുണ്ട്, ലാലേട്ടന്റെ ഇത് ഊരിയുടെ മുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ. അന്നൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ഇത്രയും ഫേമസ് ആവുമെന്നോ ഈ പടം ഇങ്ങനെയൊക്കെ വരുമെന്നും നമുക്കറിയില്ലല്ലോ. അതിനകത്തൊക്കെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് ഇന്നും ലാലേട്ടനൊക്കെ പറഞ്ഞു തന്നെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ട്? അല്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാമറ ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ പിന്നെ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഫൈറ്റ് സീനിലൊക്കെ വലിച്ചു മാറ്റുമ്പോഴൊക്കെ നമ്മൾ നോക്കി അതിക്ക് മുമ്പൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കുമ്പോൾ എപ്പോഴും കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. ഭദ്രൻ സാർ ആണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു ഡയറക്ടർ ആണെന്ന് ഭദ്രൻ സാറിന് ദേഷ്യമൊക്കെ ഉണ്ട്. ക്യാമറമാനായിട്ട് എപ്പോഴും തല്ലുപിടിക്കുമായിരുന്നു വില്യം സാറായിട്ട്. കാരണം ഞാനും അദ്ദേഹം എൻ്റെ കൂടെ എൻ്റെ
കാമുകനായിട്ടുള്ള പുള്ളിയും കൂടി ഞങ്ങൾ ലവ് സീനുണ്ട്, ഒരു മാല ഇടുന്ന സീനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ എന്താ അവിടെ കായലുണ്ടല്ലോ, വേമ്പനാട്ട് അവിടെയായിരുന്നു. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന റെഡ് കളറിൽ വരുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടത്. അതിൻ്റെ ഇടയിൽ ഭദ്രൻ സാറിന് സ്പീഡ് ലാഞ്ചിൽ കറങ്ങാൻ പോയി. അപ്പോൾ വില്യം സാറിന് ഭയങ്കര, ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ദേഷ്യം വന്നു. പുള്ളി അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു വരുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇത് എവിടെ പോയി കിടക്കണമായിരുന്നു, വന്നെങ്കിൽ ഇപ്പം മറ്റവൻ അങ്ങോട്ട് പോയാനെന്ന് പറയും. ആ രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. സൂര്യഭഗവാനാണ് ഈ പറയുന്നത്. സൂര്യൻ അങ്ങോട്ട് ആ റെഡും കൂടി കഴിഞ്ഞ ആ ഷോട്ടിന് ഭംഗിയില്ല. അതല്ലാതെ നല്ല രസമായിരുന്നു അത് എടുക്കുമ്പോൾ, നല്ല രസമാണ്. കാരണം റെഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാല ഇടുന്ന സാധനമൊക്കെ. പക്ഷെ അതൊന്നും കട്ട് ചെയ്ത് പോയി. ഒത്തിരി ഷോട്ടുകളൊക്കെ ഒത്തിരി ഷോട്ടുകൾ ഈ ഷോട്ടുകളാണ്, കുറെ സീനല്ല, ഷോട്ടുകൾ കുറെ ഷോട്ട് എടുക്കുക. ആ സമയത്തൊക്കെ അവർക്ക് ഭംഗിയായിട്ട് തോന്നുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, സാർ റെഡി ഇത് നീ ശരിക്കും മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അവസാനമായപ്പോൾ എന്നെ ഷാളൊന്നും എനിക്ക് വേണ്ടാന്നായി, വെറുതെ ഇങ്ങനെ ഒന്ന് മേലെ കൂടി ഒന്ന് ഇടണ്ടാന്നായി. അത്രയും മുസ്ലിം കട്ട. അവർ നീ ശരിക്കും മുസ്ലിം ആണോ, സിനിമയിലെ പേരാണോ നിന്നെ ബിന്ദു എന്ന് വെച്ചത്? ഞാൻ അല്ല സാറേ, ഞാൻ ഹിന്ദു തന്നെയാണ്, പക്ഷെ നിനക്ക് കറക്റ്റ് മുസ്ലിം ആണോ നീ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇത് ഇപ്പോൾ പടം വെച്ചാൽ നിന്റെ ക്ലോസപ്പിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഫുള്ള് ആ ബോട്ടിലൊക്കെ വെച്ച് കുറേ ഷോട്ടുകൾ ഉണ്ടായിരുന്നു, നമ്മൾ കരയുന്നതും ചിന്തിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്ത് പോയി, വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ അതൊക്കെ. മുംതാസ് നൽകിയ ഒരു പ്രിവിലേജ് എന്തായിരുന്നു ശരിക്കും? സ്ഫടികത്തിന് ശേഷമല്ലേ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത്? പിന്നെ തീർച്ചയായും എന്നെ ഇപ്പോഴും അറിയപ്പെടുന്ന മുംതാസ് തന്നെയാണ്. സ്ഫടികത്തിലും മുംതാസ്, നമ്മുടെ മുംതാസ് അങ്ങനെ പറയുള്ളൂ. എന്നെ എവിടെ ഒരാൾ പരിചയപ്പെടുത്തിയ ഒരു ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ വേറെ ഒരു ചെറിയ ഫംഗ്ഷനിലൊക്കെ നടന്നാലും നമ്മൾ മുംതാസ് എന്ന് പറയും. എന്നെ വിളിക്കുന്നവരുണ്ട്. ശ്രീരാമന്റെ പേര് അതിനകത്ത് അച്ഛനായിട്ട് അഭിനയിക്കുന്ന പൂക്കോയുടെ മകളെ എന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. കുറെ നാളത്തെ അങ്ങനെ വിളിക്കുമ്പോ പെട്ടെന്ന് ചോദിച്ചു, മനസ്സിലായില്ലേ, പൂക്കോയുടെ മോളല്ലേ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതേ എന്ന് പറഞ്ഞു. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ പിന്നീട് കിട്ടിയിട്ടുണ്ടോ? അത്രയും പിന്നെ അങ്ങനെ എനിക്കൊന്നും വന്നിട്ടില്ല എന്നാണ്. ഈ പറഞ്ഞ കുറെ പടങ്ങളുടെ പേരൊക്കെ പറഞ്ഞല്ലോ, എന്തെല്ലാം ക്യാരക്ടേഴ്സും നല്ലതായിരുന്നു എല്ലാവരും പറയാറുണ്ടെങ്കിലും ഇപ്പോഴും കാതര ഇതും 2 ക്യാരക്ടർ മാത്രമാണ് അറിയുന്നത്. ഒരു വട്ടം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുസ്ലിം ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മുംതാസിന് ശേഷമാണ് മുംതാസിന് ശേഷമാണ് വേറെ ക്യാരക്ടർ ഒക്കെ ചെയ്തത്. എനിക്ക് ആദ്യം മുംതാസ് ചെയ്യുന്നതിന് മുമ്പും മുസ്ലിം ക്യാരക്ടർ അവരുടെ കുപ്പായൊക്കെ ഉണ്ടല്ലോ, ഈ മുണ്ടും നമ്മള് പണ്ടത്തെ പടത്തിലൊക്കെ കണ്ടേക്കണ പോലെ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നല്ലൊരു വേഷമായിരുന്നു. ഇന്ദ്രൻ സേടനാണ് പല ആ സമയങ്ങളിലൊക്കെ എല്ലാ നടന്മാർക്കും നടിമാർക്കും തയ്ച്ചു കൊടുക്കാറ്. എനിക്ക് അങ്ങനെയൊക്കെ തന്നെ. ഇന്ദ്രൻ സേടൻ എന്താ അപ്പൊ പറഞ്ഞ നല്ല രസമുണ്ട് വേഷം ചെയ്യാൻ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇന്ദ്രൻ സേടൻ അന്ന് നമ്മുടെ അടുത്തേക്കൊന്നും അങ്ങനെ ഒന്നും സംസാരിക്കത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നുള്ളൂ. കാരണം പുള്ളിക്ക് ഇപ്പോഴാണ് പുള്ളി പിന്നെ ഒരു പേടിയൊക്കെ അറിയില്ല. എല്ലാവരെയൊക്കെ ഭയങ്കര ബഹുമാനവും പേടിയായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മളോടൊന്നും അങ്ങനെ മാറിയെന്നുണ്ടെന്നും പറയത്തില്ല. ആരും വന്നിട്ട് അങ്ങനെ പറഞ്ഞില്ല. മാത്രമല്ല നമ്മൾ ഈ സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തേക്കണല്ലോ, അപ്പോഴും വേറെ ആരും വന്നിട്ട് അങ്ങനെ ഒന്നും പറയില്ല. അന്ന് അവിടെ വെച്ചിട്ടാണ് വില്യം സാറായിട്ട് ഞാൻ കൂട്ടായത്. വില്യം സാറായിട്ട് നല്ല ഇതായിരുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും സാറും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ലാലേട്ടനപ്പൊ പിൻഗാമിയിലേക്ക് ഇതിന്റെ ഈ ഒരു അഭിനയം ഒരു സൗന്ദര്യമൊക്കെ കണ്ടിട്ടാണ് പിൻഗാമി. അത് മുസ്ലിം ക്യാരക്ടർ തന്നെ ആയതുകൊണ്ട് അതിനകത്തേക്ക് ലാലേട്ട മുസ്ലിം ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് വിളിച്ചത്. അപ്പൊ അടുത്ത സിനിമ പറഞ്ഞാൽ മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ട്. അതില് തമ്മനം മറിയാമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകക്കാരിയായിട്ട് നമ്മുടെ ജഗദീഷ് ചേട്ടന്റെ ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ കൊണ്ടുവരുന്നതാണ്. ജയറാമേട്ടന്റെ കല്യാണം മുടക്കാതെ അവൻ ജനാർദ്ദനേട്ടന്റെ കൂടെയുള്ള ആ സീന് ഗർഭം കലക്കാൻ വരുന്നത് നല്ല രസമായിരുന്നു. ജനാർദ്ദനേട്ടന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ജയചേട്ടന്റെ കൂടെ അതിക്ക് മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഭരണകൂടം. പിന്നെ അതൊക്കെ പടത്തിലൊക്കെ അതിലാണ് എല്ലാരും ഇന്ന് ചേച്ചി ബിന്ദു വരാപ്പുഴ എന്നൊരു നടിയെ പറയുമ്പോൾ എപ്പോഴും കോമഡി ക്യാരക്ടർ ആയിട്ട് പറയാറുണ്ട്. അത് എന്റെ ഹസ്ബൻഡിനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് പിന്നീട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി കുഴപ്പമില്ല എന്നൊരു തോന്നല് വന്നിട്ടുണ്ട്. ചില പടത്തിലൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോലും കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ളൂ എനിക്ക് സ്വയം. അല്ലാണ്ട് അയ്യോ എന്നുള്ളത് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ ക്യാരക്ടർ കണ്ടപ്പോൾ കുഴപ്പമില്ല. പിന്നീട് നമ്മൾ പല കോമഡിയിലൊക്കെ കാണുമല്ലോ ജനാർദ്ദനേട്ടന്. പിന്നെ അപ്പൊ എന്റെ മകനിപ്പോ മരുമകന് സന്താനോൽപാദന ശേഷി ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഇങ്ങനെ ഇരുന്നാ പോരാ. അതെങ്ങനെയായിരുന്നു ആ ഒരു രസകരമായിട്ട്? അല്ല, അന്ന് ആ സീൻ എടുക്കുമ്പോ ഡയറക്ടർ അന്ന് ജനുവങ്കലിനൊന്നും അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യും. ഡയറക്ടർ പറഞ്ഞു കുട്ടികളെ
മാറ്റുന്നു പറയുമായിരുന്നു. എനിക്കൊരു കൊഞ്ചിപ്പുണ്ടായിരുന്നേ, അപ്പൊ അത് മാറ്റി വെക്കുന്നു, പക്വതയിൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ പറയുമ്പോ നമ്മൾ വെച്ചു ആ ഒരു പക്വതയിൽ നമ്മൾ ചെയ്തു, അങ്ങനെ ഭംഗിയായി അത്. അടുത്തൊരു സിനിമ പറയുകയാണെങ്കിൽ സുവർണ മോഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഒരിക്കലും സുവർണമോഹമല്ല, അനുഭൂതി. അല്ല, രായമ്മ ചേച്ചി എന്ന് പറഞ്ഞ കഥാപാത്രം അതേതാ? ശേഖരൻ കുട്ടിയായിട്ട് അശോകനുള്ള ഒരു കഥാപാത്രം ഇല്ലേ? ഓ, അത് 250-ലധികം സിനിമയായിട്ടാ മറന്നുപോയത്. അയ്യോ, എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. കാരണം അത് നമുക്കൊക്കെ ഒരു അബദ്ധം പറ്റിയതാണത്, നമുക്ക് അറിയത്തില്ല അതെന്ത് പടമാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് എന്താന്ന്. അതില് സീന് പറയുമ്പോ പപ്പടക്കാരിയുടെ ഒരു വേഷമല്ലേ, എനിക്ക് അതൊക്കെ അടിച്ചു തരുന്നത്, സ്പ്രേ അടിച്ചിട്ട് രായമ ചേച്ചിക്ക് ഞാൻ പുതിയ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ദ്രൻസ് ഞാനത് പറയുന്നത് ഒരു പപ്പടക്കാരി, കുറെ ആർട്ടിസ്റ്റ് ഒക്കെ ഉള്ളതാണല്ലോ, അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു മോശം പടമാണെന്ന് ചിന്തിക്കില്ല. അതിനകത്ത് എന്തോ ഇതൊക്കെ കയറ്റി തരാം, അതാണ് ആ പടമാണോ? തമാശയുള്ള നല്ലൊരു റോളായിരുന്നു, കോമഡി ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ആരോടും പറയാതെ അവർ അങ്ങനത്തെ പടം കേട്ടിട്ട് അതിനകത്ത് ബിറ്റൊക്കെ കയറ്റിയൊരു പടമാണത്. അശോകൻ ഞങ്ങളൊക്കെ കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. രഘുചേട്ടൻ, ഭീമൻ രഘു, അങ്ങനെ എല്ലാവർക്കും ഇത്ര ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരതിനകത്ത് ആ പടത്തിൽ ബിറ്റൊക്കെ കയറ്റാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കി. ഇത്ര ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ പോയി അഭിനയിക്കുന്നത്. അപ്പൊ ആ പടമൊന്നും ഫേവറേറ്റ് ഇഷ്ടപ്പെടാത്ത പടങ്ങളാണ്? പിന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല പടം, വെറുതെ അഭിനയിച്ച. അതൊക്കെ ഞങ്ങളെല്ലാവരും ഇത്രയും ആർട്ടിസ്റ്റ് ഇല്ലേ, അതെല്ലാവരും അറിയാതെ പോയി അഭിനയിച്ച ചീത്ത പടമാണത്, നല്ല പടമൊന്നുമല്ലത്. അതല്ല, അപ്പൊ അതാ പറഞ്ഞത് ഒന്ന് സെലക്ട് ചെയ്യാതെയാണ് അഭിനയിക്കുന്നത് അല്ലെ? ഒന്നും വിളിക്കുന്നു പോകുന്നു. എനിക്ക് അതിനകത്ത് പപ്പടക്കാരി എന്നൊക്കെ പറയുമ്പോ നമ്മളൊരു നാച്ചുറൽ ക്യാരക്ടർ അല്ലേ അതൊക്കെ. അത് കേട്ടപ്പോ ഞാനത് വേറെ കൂടുതൽ, പക്ഷെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അല്ലേ? അതെ, ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അതിനകത്ത് മറ്റുള്ള സീൻസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഈ പടത്തെ കുറിച്ച് പറഞ്ഞല്ലോ, എനിക്കങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് ചെന്ന വേഷങ്ങളല്ലെന്ന് ഇതിലെ. അപ്പൊ ഒരുപാട് അതിനകത്ത് അവർ ചെയ്തെന്ന് വെച്ചാല് ഇത്ര ആർട്ടിസ്റ്റിനൊക്കെ വിളിച്ചു വരുത്തി ഓരോരു ക്യാരക്ടർ ഒന്നും കൊണ്ട് അതിനകത്ത് കുറെ ബിറ്റുകൾ കയറ്റി. ഇതിപ്പോ ഞാൻ അശ്വനും കൂടി വീട്ടിലോട്ട് കയറി പോയാല് അവിടെ കാണുന്നത് പിന്നെ വേറെ സീനാണ്. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അത് വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്, നമ്മളല്ല. അത് നിങ്ങളോടത് പറയില്ല, നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. പടം ഇറങ്ങി കഴിഞ്ഞ് കുറെ ആൾക്കാർ കഴിഞ്ഞപ്പോഴും നമ്മൾ അറിയുന്നത് അതിനകത്ത് ഇങ്ങനത്തെ ഒരു സീനുണ്ട്. അശോനപ്പൻ ബിന്ദു അതിനകത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എനിക്കറിയില്ല അശോൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞില്ല, എന്താ ചെയ്യുക? അവരുടെയൊക്കെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ. അന്നത്തെ കാലത്ത് ഈ ബിറ്റ് കയറ്റുക എന്ന് പറഞ്ഞൊരു പ്രവണതയായിരുന്നു കൂടുതൽ, ആൾക്കാർ കയറാൻ വേണ്ടിയിട്ടാ. ഉച്ചപ്പടം പോലെയൊക്കെ ആൾക്കാർ കാണുന്ന പോലത്തെ ഒരു പടങ്ങൾ അതാണ് നമ്മളോട് ക്യാരക്ടർ മാത്രം. ഇപ്പൊ ഞാൻ അതിനകത്ത് ഒരു നാച്ചുറൽ ആയിട്ടൊരു ഒരു വീട്ടിൽ ഒരു പപ്പടക്കാരി എന്നുള്ളൊരു ക്യാരക്ടർ, അതിന്റെ ഭർത്താവൊക്കെ ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ അത്രയ്ക്ക് ചോദിക്കുള്ളൂ. ക്യാരക്ടർ ഒരു കഥ ഫുള്ള് നമ്മൾ കേട്ടിട്ടല്ല പടത്തിനൊക്കെ നമ്മൾ കേൾക്കും. ഇപ്പൊ നമ്മൾ കേൾക്കും ഒരു പടത്തിന്റെ ഏകദേശം നമ്മുടെ ക്യാരക്ടർ എങ്ങനെ പോകുന്നത് നമ്മൾ കേൾക്കും. പക്ഷെ അതിനകത്തൊന്നും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. എന്താ പറയാ, നമ്മളെ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാരെ രീതിയിൽ. ഞാനും അശോകനും കൂടി റൂമിലോട്ട് കയറി അങ്ങനെ എന്തോ ഞങ്ങൾ ഒരുമിച്ച് വാ അത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചോണ്ട് പോണെന്നിട്ട് പിന്നത്തെ കാര്യം ഞങ്ങൾ അറിയില്ല, നമുക്ക് കണ്ടിട്ടില്ല, അകത്തോട്ട് പോയില്ല. പിന്നെ അപ്പോഴേക്ക് ഇന്ദ്രൻസ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടി നമ്മളൊക്കെ കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ എന്റെ പടങ്ങൾ ഇത്രയും പടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും സംവിധായകരൊക്കെ അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ? ആ ഒരു ശശി എന്തോ പറഞ്ഞിട്ട് ഡയറക്ടറായിരുന്നു അയാള്. പിന്നെ പടങ്ങൾ തന്നെ നല്ലതായാലും ചെയ്തിട്ടില്ല. അത് എല്ലാവരും അടഞ്ഞ ഒരു പടം അത്. പിന്നെ നമ്മളൊക്കെ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളല്ലല്ലോ, നമ്മളൊക്കെ നല്ല ഫാമിലി ചിത്രങ്ങൾ മാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റ് അല്ലേ. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും. എനിക്ക് വേറൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കോവളത്തൊരു പടം എണ്ണത്തോണിന്ന് എന്തോ പറഞ്ഞിട്ട് ഒരു പടം, അത് കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷക്കീല അഭിനയിക്കാൻ വരുന്നത്. ഞങ്ങൾ പേടിച്ചു പോയി. അപ്പൊ അത് നമ്മളോട് പറയത്തില്ല. ആ ഡയറക്ടർ അങ്ങനത്തെ പടങ്ങൾ നിങ്ങളുടെ സീന് മാത്രം പറയും, ബാക്കി അതിലെന്താണെന്ന് പറയില്ല. ആ ഡയറക്ടർ പടമൊന്നും ആർട്ടിസ്റ്റുകളൊക്കെ പേര് പറയുമ്പോ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ പടത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരല്ല. അപ്പോ ആ ഡയറക്ടർ ഒരുപാട് ഫാമിലി സീരിയലൊക്കെ, ഞാനൊക്കെ പണ്ട് കാലത്ത് ജോസ് പ്രശങ്കളും ഞാനും പൂർണിമയൊക്കെ അഭിനയിച്ച ഒരു സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് അയാള്. അനന്തപുരിന്ന് എന്തോ പറഞ്ഞിട്ട്. അപ്പൊ അയാളുടെ പേരൊന്നും വെച്ചിട്ടായിരിക്കില്ല ഈ പടം ഇറങ്ങുന്നത്, വേറെ കാരണം അയാൾക്ക് അങ്ങനത്തെ പേര് വെച്ചിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ അഭിനയിച്ച് കുറെ ദിവസം അതുവരെ നമ്മളൊരു ഞാനൊക്കെ ഒരു ഡോക്ടറിന്റെ വേഷമാണ്. അതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ ഇതിനകത്ത് വേറെ ഒന്നും. അപ്പൊ ഷക്കീല വന്നേക്കണം, ഷക്കീലത്ത് അഭിനയിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഞെട്ടി. എണ്ണത്തോടി
അതിന്റെ ബാക്കി അൽഫോൻസ ഡാൻസ് ചെയ്യുന്ന പെണ്ണാണ് അതിനകത്ത് നായിക. അപ്പൊ ഞാൻ അൽഫോൻസാനെ പരിശോധിക്കുന്നതും ഒക്കെ ഉണ്ട്. അതിനകത്ത് അവിടെ ഒരു മോശമൊന്നുമില്ല അവിടെ. അപ്പൊ ഷക്കീല അഭിനയിച്ചിട്ടും അതിനകത്ത് മോശമായിട്ടാണ് എന്തോന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല പടം. എന്നാലും ഷക്കീലയുടെ ഒക്കെ ഒരു പടം നമ്മൾ ചെയ്യാന്ന് നോക്കുമ്പോ അന്നൊക്കെ ഭയങ്കര മോശമാണ്. പിന്നെ നമ്മൾ ഇമേജിനെ ബാധിക്കുന്നതാണ് അത്. പക്ഷെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവര് കുറെ പടങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഗ്ലാമർ പടങ്ങൾ. അതെ, ഇതൊക്കെ ഞങ്ങളൊക്കെ പെട്ടുപോയ പടങ്ങൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനത്തെ പടങ്ങൾ. നമ്മളായിട്ട് ഈ ഒരു വേഷത്തിന് വേണ്ടി ഒരിക്കലും നമ്മളോട് പറയത്തില്ല. അനന്തപുരി എന്ന് പറഞ്ഞ ഒരാളുടെ പടം നമ്മൾ അറിയാലോ, ഒരു വേഷം ഉണ്ട് എന്നതാണ്. അപ്പൊ അതിനകത്ത് പ്രൊഡക്ഷൻ കൺട്രോൾ നമുക്ക് നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് നമ്മളെങ്ങനെ ചിന്തിക്കുന്ന ഇതുണ്ടെന്ന് അതിനകത്ത് അവർ അഭിനയിക്കുന്നു. അവർക്ക് എന്തൊരു ക്യാരക്ടർ, അവരുടെ എന്തൊരു അങ്ങനത്തെ എന്തൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും ഞെട്ടിയതാണ്. അങ്ങനെ അബദ്ധങ്ങൾ നമ്മളോട് പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. എന്നെ പറഞ്ഞിട്ട് പല പടങ്ങളും വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. പിന്നെ നമ്മുടെ കനകലതയുടെ ചേച്ചിയുടെ ഭർത്താവ് ശശി എന്താ പുള്ളി ഒരു അവര് പടം ചെയ്യുന്നു, ബിന്ദു നല്ല, നിനക്ക് അങ്ങനത്തെ ഇതൊന്നും അല്ല, നീ നല്ല വേഷമാണ്, പക്ഷെ പടം ഗ്ലാമർ പടമാണ്. ഞാൻ പറഞ്ഞു ഞാനില്ല ചേട്ടാന്ന് പറഞ്ഞു. പറയാം നിനക്കൊന്ന് അഭിനയിച്ചു വിടും, നിനക്ക് കാശ് കിട്ടൂലേ, പറഞ്ഞ കാശ് തരുമല്ലോ. ഞാൻ പറഞ്ഞില്ല, ചെയ്തില്ല, കൂടുതൽ കാശും പൈസ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഗ്ലാമർ പടങ്ങള് ഷക്കീലിനെയും മറ്റേ രേഷ്മ അങ്ങനെ അവരെയൊക്കെ വെച്ചിട്ട് ചെയ്ത ഡയറക്ടർ എന്താ ജോയി എന്നൊക്കെ പറഞ്ഞ അയാള് പണ്ടത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. നമ്മളൊക്കെ മഴവിൽ കൂടാരത്തിലൊക്കെ പുള്ളി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. പുള്ളി വിളിച്ചു ചോദിച്ചു ബിന്ദു നല്ലൊരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാമോന്ന് ചോദിച്ചു. അവൻ എന്താ പടം, ഇന്ന പടമാണ്. ഞാനില്ല ഏട്ടാന്ന് പറഞ്ഞു. അല്ല ബിന്ദു അതിപ്പോ അങ്ങനെ ഇങ്ങനെ അത് ഒന്നും കാണിക്കത്തില്ല. അങ്ങനെ വേണ്ട ഏട്ടാ, നമ്മൾ കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നതാണ്, നമുക്ക് അങ്ങനത്തെ പടമൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഗ്ലാമറസ് വേഷങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞ ചേച്ചിയുടെയൊക്കെ സൗന്ദര്യം കൊണ്ട് അങ്ങനെയായിരിക്കും ആൾക്കാർ വിളിക്കുന്നത്. പൈസയും കൂടുതൽ പൈസ തരും, നമ്മൾ ചോദിക്കുന്ന പൈസ. പക്ഷെ നമുക്ക് അങ്ങനെ താല്പര്യമില്ല, നമ്മൾ പൈസക്ക് വേണ്ടിട്ട് മാത്രം വർക്ക് ചെയ്യുന്നില്ല. അതായത് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായില്ലേ, നമ്മളൊരു പാഷനായിട്ടാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം നല്ല പേര് നിലനിന്നത്. തീർച്ചയായിട്ടും അതെ.